കപ്പ ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടോ? ഇന്ന് നമുക്ക് നാവിൽ കപ്പലൂടുന്ന പാൽക്കപ്പ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകും ഇതിലേക്ക് ചെറിയുള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കപ്പയൊന്ന് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കപ്പ കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം പകുതി വേവാകുമ്പോൾ നമുക്ക് ഈ കപ്പയിലെ വെള്ളം അങ്ങ് ഊറ്റിക്കളയണം. നമ്മുടെ കപ്പ പകുതിയെ വെന്തിട്ടുള്ളൂ. ഇനി ബാക്കി നമ്മൾ വേവിക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അത് കട്ടി കുറഞ്ഞ 2 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ഇതിലേക്ക് അല്പം ഉപ്പും നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സും കൂടെ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഏകദേശം വെന്ത് വന്നാൽ നല്ല കട്ടിയുള്ള 1-ാം പാലും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളച്ചാൽ മാറ്റി വെക്കാം. നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുക്കാം. ഇതിലേക്ക് കടുക്, അതുപോലെ ധാരാളമായിട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ കറിവേപ്പില വേണം. വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുത്ത് ഈ കപ്പയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ പാൽക്കപ്പ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.